ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പുതിയ സീസണിൽ ആഴ്സണലിന്റെ ആദ്യ മത്സരം വരുന്നത് ഓഗസ്റ്റ് 17-നാണ്. എവേ മത്സരത്തിൽ ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് ആഴ്സണൽ നേരിടാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണുകളിലൊക്കെ തുടർച്ചയായി 4 സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർച്ചയായി 4 സീസണോളം രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമുകളിൽ ഒന്നാണ് ആഴ്സണൽ. ശരിക്കും പുതിയ സീസണിൽ ആരാണ് കിരീടം നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഉത്തരം ചെന്നെത്തുക ആഴ്സണലിലേക്കായിരിക്കും. ആർട്ടേറ്റയ്ക്ക് കീഴിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് ശരിക്കും സിറ്റിക്കും അതുപോലെ തന്നെ ലിവർപൂളിനും തൊട്ട് താഴെയാണ് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് പോയ സീസണുകളിലൊക്കെ. അർട്ടേറ്റയ്ക്ക് കീഴിൽ ഒഡേഗാർഡും സാക്കയും മാർട്ടിനെല്ലിയും ഒക്കെ അടങ്ങുന്ന മികച്ച ടീം അവസാന റൗണ്ട് മത്സരങ്ങളിൽ അവരുടെ ആ ഒരു മികച്ച അല്ലെങ്കിൽ നിർണായക പോയിന്റുകൾ നഷ്ടപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടത്. പുതിയ സീസണിലും പ്രതീക്ഷയോട് കൂടിയാണ് ആഴ്സണൽ എത്തുന്നത്. സൂപ്പർ സൺഡേ പോരാട്ടത്തിൽ ഓൾഡ് ട്രാഫോർഡിൽ റൂബൻ അമോറിക്ക് കീഴിലിറങ്ങുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് ശരിക്കും ആഴ്സണൽ നേരിടുന്നത്. പുതിയ താരങ്ങളെ എത്തിച്ച് ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡും അവർ ഫെർഗൂസന് ശേഷം അവരുടെ പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണ്. എന്നാലും ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെങ്കിലും അവർക്ക് കിരീടം ലഭിക്കട്ടെ, അല്ലെങ്കിൽ ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കിരീടം നേടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ടീം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആഴ്സണൽ തന്നെയായിരിക്കും അതിനുള്ള ഉത്തരം.